എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നിങ്ങളുടെ ബന്ധത്തിലൊരു നിങ്ങളുടെ ഒരു വിവാഹബന്ധമാവാം, ഭാര്യയും ഭർത്താവുമാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയബന്ധമാവാം, അതിലൊരു ദൃഷ്ടിദോഷം, കണ്ണേർ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നാണ്, ഒരു ഈവിളൈ ഉണ്ടോ എന്നാണ് നിങ്ങളുടെ ബന്ധത്തിലുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ നോക്കുന്നത്. ഇതിപ്പോൾ സെപ്പറേഷനിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയൊക്കെയാണ്, ഏത് ആളുകൾക്കും കാണാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതൊരു ജെൻഡർലെസ്, അതുപോലെ തന്നെ ഒരു ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പം കണ്ടാലും അപ്പോൾ റെസണേറ്റ് ആകും. ഇതൊരു കളക്റ്റീവ് അല്ലെങ്കിൽ ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. എല്ലാവരും സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടിരിക്കുക. അപ്പം തീർച്ചയായും നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്, അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ആരെങ്കിലും, നിങ്ങളുടെ ഒരു ദാമ്പത്യ ജീവിതത്തിലാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രണയബന്ധത്തിലാവാം, ഒരു ഈവിളൈ, ഒരു കണ്ണേർ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് ഉണ്ടോ എന്നാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. തീർച്ചയായും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഞാനിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കാർഡുകളൊക്കെ. ഷഫിൾ ചെയ്ത് വെച്ച കാർഡുകളാണ്, നമുക്ക് നോക്കാം. തീർച്ചയായും നമുക്ക് കുറച്ച് കാർഡുകൾ കിട്ടി. അതായത് ഇവിടെ ഒരു ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്, 10 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. അതായത് വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധത്തിൽ പെട്ടെന്നൊരു സ്റ്റക്നെസ് വന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ബന്ധം ഒരു കുടുംബജീവിതമായിക്കോട്ടെ, നിങ്ങളുടെ ബന്ധം അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ബന്ധമായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രണയബന്ധമായിക്കോട്ടെ, ഇതിനൊക്കെ ഒരു സ്റ്റക്നെസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കണ്ണേർ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ഈ ഒരു ബന്ധത്തിലുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നല്ല രീതിയിൽ പോയിരുന്ന ഒരു ബന്ധത്തിന് തീർച്ചയായിട്ടും ഒരു തടസ്സങ്ങൾ വന്നു. അതല്ലെങ്കിൽ ഒരു മൂന്നാമത്തെ ഒരു വ്യക്തിയുടെ ഇടപെടൽ കൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാവാം. തീർച്ചയായിട്ടും ആ ഒരു ബന്ധത്തിന് ഒരു കണ്ണീർ ദോഷം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ബന്ധം ഇപ്പോൾ ഒരു ബ്രേക്കപ്പിലാവാനാണ് സാധ്യത കൂടുതൽ. വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധം ഇപ്പോൾ ഒരു ബ്രേക്കപ്പിലേക്ക് വന്നു. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ വേർപിരിയലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇവിടെ ഒരു കണ്ണീർ ദോഷം നിങ്ങളുടെ ആ ഒരു വിവാഹ ജീവിതത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയിക്കുന്നവരാണെങ്കിൽ ആ ഒരു പ്രണയബന്ധത്തിൽ അതാരോ നിങ്ങൾക്കായിട്ട് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിലൊരു ബ്ലാക്ക് മാജിക് എനർജി നിഴലിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം എന്താണ് നമുക്കത് പറയാനുള്ളതെന്ന്, ഒരു ഡെവിൾ കാർഡ് വന്നതുകൊണ്ട് തന്നെ ഒരു തിന്മയുടെ സ്വാധീനം ഇവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബ്രേക്കപ്പ് വരാൻ കാരണം, അതായത് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടെന്നാണ് ഡെവിൾ കാർഡ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പങ്കാളി, അത് നിങ്ങളുടെ ലവറാവാം, നിങ്ങളുടെ സുഹൃത്താവാം, നിങ്ങളുടെ ഭർത്താവാം, ഭാര്യയാവാം, ആരുമാവാം, ആ ഒരു വ്യക്തി മറ്റൊരാളുടെ നിയന്ത്രണത്തിലാണെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ആ ഒരു ഡെവിൾ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇത് കേവലം ഒരു താല്പര്യമല്ല എന്നും കാണുന്നുണ്ട്. അതായത് അവർക്ക് ഈ ഒരു വ്യക്തിയോടുള്ള ഒരു അടുപ്പം, നിങ്ങളുടെ പങ്കാളിക്ക് മറ്റേ ആ ഒരു തേർഡ് പാർട്ടിയോടുള്ള ഒരു അടുപ്പം ഒരു താല്പര്യമൊന്നുമല്ല എന്നാണ് കാണുന്നത്. പകരം അതൊരു തരത്തിലുള്ള അഡിക്ഷനായിട്ട് കാണുന്നുണ്ട്. അതായത് എന്തൊക്കെയോ ബ്ലാക്ക് മാജിക് എനർജി അവിടെ, ഞാൻ ഈ സ്പ്രെഡ് നോക്കിയപ്പോഴേ മനസ്സിലായി, നല്ല രീതിയിൽ പോകുന്ന ഒരു ബന്ധത്തിൽ പെട്ടെന്നൊരു നെഗറ്റിവിറ്റി വന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇവിടെ ഒരു ബ്ലാക്ക് മാജിക് എനർജി ഉണ്ടായതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധമാവാം, അത് ഇതൊരു അഡിക്ഷനായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പങ്കാളിയും ആ ഒരു തേർഡ് പാർട്ടിയും തമ്മിലുള്ള ആ ഒരു ബന്ധം, അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് തേർഡ് പാർട്ടിയോടുള്ളൊരു ബന്ധം ഒരു കേവലം അഡിക്ഷനായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഒരു താല്പര്യമാണെന്ന് തോന്നുന്നില്ല. അവർ മനഃപൂർവ്വം അത് ആ ഒരു വ്യക്തിയെ തേടിപ്പോയതാണെന്നോ, അല്ലെങ്കിൽ അവർ സ്വന്തം ഇഷ്ടം കൊണ്ട് ആ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് പോയതായിട്ടോ കാണുന്നില്ല. അവർക്കൊരു അഡിക്ഷനാണ്, ഒരു ഒബ്സഷനാണ് കാണുന്നത്. അല്ലെങ്കിൽ മന്ത്രശക്തിയാൽ കെട്ടിയിട്ടതുപോലെയുള്ള ഒരു അവസ്ഥയാണ്. സ്വന്തം ഇഷ്ടപ്രകാരമല്ല അവർ പെരുമാറുന്നതെന്ന്
നിങ്ങൾക്ക് തോന്നി തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ ബന്ധം എൻഡാകാൻ കാര്യം അത് തന്നെയാണ്. ഒരു തേർഡ് പാർട്ടി എനർജി പൊന്തിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഇവിടെ എനിക്ക് പ്രധാനമായിട്ടും പറയാൻ പോകുന്നത്. പിന്നെ ഇവിടെ ഒരു മൂൺ കാർഡ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് കുറേ കാർഡുകളുണ്ട്. ഒരു മൂൺ കാർഡ് വന്നിട്ടുണ്ട്. നമ്മൾ കാർഡുകളൊക്കെ ഒന്ന് എഴുതിയത് നമുക്കൊന്ന് കറക്റ്റായിട്ടൊരു ഓർഡർ അനുസരിച്ച് ഞാൻ പറയാം. ഇതിൻ്റെ ഫ്യൂച്ചർ ഞാൻ പറയുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൻ്റെ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു മൂൺ കാർഡ് വന്നതുകൊണ്ട് തന്നെ അവിടെയും നമുക്ക് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞൊരു നെഗറ്റിവിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള അദൃശ്യമായ എന്തോ ഒരു കാര്യം ആരോ ചെയ്തിട്ടുണ്ട്. കാണാമറയത്താണ് അത്. അദൃശ്യമായ എന്തോ ഒരു കാര്യം ആരോ ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും കാണാമറയത്താണെന്നാണ് പറയുന്നത്. തീർച്ചയായും ആ ഒരു കാർഡ് ഇപ്പോൾ മൂൺ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു അദൃശ്യമായിട്ടുള്ള എന്തോ ഒരു ശക്തി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അല്ല ആരോ എന്തോ ഒരു ദോഷം നിങ്ങളുടെ ബന്ധം എൻഡ് ആവുന്നതിനായിട്ട് ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അല്ലെ ചില രഹസ്യങ്ങൾ വെളിയിൽ വരാനുണ്ട്. എന്തോ ഒരു അദൃശ്യ ശക്തിയുണ്ട്. ഒരു വിശ്വാസ വഞ്ചന, ഏതോ ഒരു വ്യക്തി അതിലൊരു വിശ്വാസ വഞ്ചന കാണിച്ചതായിട്ടൊക്കെ കാണുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ. അതായത് നിങ്ങളുടെ ജീവിതം മനഃപൂർവ്വം തകർക്കാനായിട്ട് ചെയ്തു. അതുപോലെ തന്നെ 10 ഓഫ് സോഡും അതിനെയാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു മാനസിക തകർച്ചയാണ് 10 ഓഫ് സോഡ് സൂചിപ്പിക്കുന്നത്. അപ്പം എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന നിങ്ങളുടെ ബന്ധത്തിൽ തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി മൂലം ഒരു മാറ്റം വന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ 7 ഓഫ് സോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞൊരു കാർഡുണ്ട്. അതായത് ഇതൊരു വഞ്ചനയാണ് സൂചിപ്പിക്കുന്നത്. രഹസ്യങ്ങൾ മറച്ചു വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരാൾ നിങ്ങളെ വഞ്ചിക്കാനോ നിങ്ങളുടെ പങ്കാളി പലതും നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചതായിട്ടാണ് 7 ഓഫ് സോഡ് കാണിക്കുന്നത്. അപ്പം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ബന്ധത്തിൽ എന്താണ് എൻഡ് വരാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു ബന്ധം എന്താണ് സാർ അത് മോശം അവസ്ഥയിലേക്ക് പോയെന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് മാജിക് തന്നെയാണ്. 10 ഓഫ് സോഡും അങ്ങനെ തന്നെയാണ് പറയുന്നത്. വളരെ നെഗറ്റീവായിട്ടുള്ള എനർജി ഒരുപാട് കാണുന്നുണ്ട്. തീർച്ചയായും അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഫ്യൂച്ചറും കൂടെ നമുക്ക് നോക്കാം. ഒരു 3 കാർഡ് ഫ്യൂച്ചറാണ്. ഇതിനൊരു പ്രത്യാശയാണ് സ്റ്റാർ കാർഡ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ ഈ ഒരു കാര്യത്തിലൊക്കെ ഒരു മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു മാറ്റം വരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ചെറിയ രീതിയിലെങ്കിലും ഒരു ഹോപ്പുള്ളതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തിയിലേക്ക് ഈ ഒരു കാര്യങ്ങൾ വരാൻ ഇപ്പോഴത്തെ ഈ ഒരു അകൽച്ചയൊക്കെ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഏറ്റവും അകൽച്ചയായിരിക്കും. നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് അകന്നു നിൽക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി റിയലൈസ് ചെയ്യുന്നതായിട്ടാണ് ജഡ്ജ്മെൻറ്റ് കാർഡ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങളുടെ വ്യക്തി അതിനെപ്പറ്റി കൂടുതൽ റിയലൈസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടുകൂടി ആ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റും തീരും, ആ ഒരു തേർഡ് പാർട്ടിയുടെ കഥയും തീരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എത്രയൊക്കെ എന്തൊക്കെ നമ്മൾ നേരായ വണ്ണം അല്ലാതെ ചെയ്യാൻ ശ്രമിച്ചാലും അതൊരിക്കലും ശാശ്വതമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഫൈനലി അവർക്കൊരു തിരിച്ചറിവുണ്ടായി അവർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നതായിട്ടാണ് ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞൊരു കാർഡ്. ഇപ്പം നിങ്ങൾ തമ്മിലുണ്ടാകുന്ന മാനസിക അകൽച്ചയൊക്കെ മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കുറച്ച് സ്പ്രെഡ് കാർഡും കൂടെ എടുക്കാം, കുറച്ച് ഫ്യൂച്ചർ കാർഡും കൂടെ എടുക്കാം. ഈ ഒരു ബന്ധത്തിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. ഈ ഒരു ബന്ധത്തിൻ്റെ ഫ്യൂച്ചർ നമുക്ക് 3-4 കാർഡ് എടുക്കാം. ഈ ഒരു ബന്ധത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഭാവിയിൽ വരുമ്പോൾ ഈ ഒരു ബന്ധം അവർക്കൊരു തിരിച്ചറിവുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവർക്ക് കുറ്റബോധം വരുന്നുണ്ട്. ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഒക്കെ മാറിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ ആർക്കും അവരെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് അവർക്കൊരു തിരിച്ചറിവ് വരുന്നുണ്ട്. റിഗ്രറ്റ് ഉണ്ടാകുന്നുണ്ട്. അവരൊരുപാട് മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ഫ്യൂച്ചറിൽ ഒരു 5 മന്ത്സിനുള്ളിൽ ഒരു മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. 5 വീക്സ് തൊട്ട് 5 മന്ത് വരെ ഉള്ള ഒരു സമയത്തിൽ ആ ഒരു വ്യക്തി തിരികെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു 3 to 5 മന്താണ് ഇവിടെ പറയാനായിട്ട് ഏകദേശം നമുക്ക് പറയാൻ പറ്റും. ആ ഒരു വ്യക്തി അവരുടെ ഇമോഷൻസൊക്കെ കൺട്രോൾ ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. റിയലൈസ് ചെയ്തതിന് ശേഷം അവർക്ക് ഒരുപാട് വിഷമവും നിങ്ങളുടെ അടുത്ത് അത്രത്തോളം ഒരു അടുപ്പം തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായും ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും. നിങ്ങളൊന്ന് കാത്തിരിക്കുക. ആ ബ്ലാക്ക് മാജിക് എഫക്റ്റൊക്കെ മാറി ഒരു പ്രത്യാശ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെപ്പോലെ ആ ഒരു വ്യക്തി ആർക്കും
സ്നേഹിക്കാനായിട്ട് കഴിയില്ല എന്നവർക്കൊരു തിരിച്ചറിവ് വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു റീഡിങ് ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായും എൻ്റെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, അതും കൂടെ ചെയ്യുക. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ബന്ധത്തിലൊരു ബ്ലാക്ക് മാജിക് ഒക്കെ നടന്നിട്ടുണ്ടോ എന്നറിയാൻ ഒരു ചെറിയ റീഡിംഗ് ആയിട്ടാണ് ഞാൻ വന്നത്. താങ്ക് യു.